ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ജെറമിയ 42:3. ഞങ്ങൾ ചരിക്കേണ്ട മാർഗവും ചെയ്യേണ്ട കാര്യങ്ങളും നിന്റെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് കാണിച്ചു തരുമാറാകട്ടെ. എല്ലാ വഴിയിലും പോകേണ്ടതില്ല, എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതുമില്ല. എന്നാൽ പോകേണ്ട വഴികളുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ട്. ആ തിരിച്ചറിവും ജ്ഞാനവും ഉണ്ടാവുക എന്നതാ വലിയ കാര്യം. അല്ലെങ്കിൽ പോകേണ്ടാത്ത വഴികളിലൂടെ പോയി ചെയ്യേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ സമയവും ആയുസ്സും നഷ്ടപ്പെടുത്തി കളയുകയല്ലേ ചെയ്യുന്നത്. ആ തിരിച്ചറിവുണ്ടാകാൻ നിന്റെ ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം. നിന്റെ കാതുകൾക്ക് പിന്നിൽ നിന്നും ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ആ വഴിയിലൂടെ പോയാൽ നിന്റെ മാർഗങ്ങൾ അനുഗ്രഹമായിരിക്കും. അവൻ പറഞ്ഞു, വഞ്ചിയുടെ വലത്തുവശത്ത് വലയിറക്കാൻ. അത് കേട്ടവർ അനുസരിച്ചപ്പോൾ വഞ്ചി മുങ്ങുവോളം അവർക്ക് മത്സ്യം ലഭിച്ചു, അന്നോളം ലഭിക്കാത്ത രീതിയിൽ. എങ്കിൽ ആരാണ് വഴി പറഞ്ഞു തരുന്നതെന്നും ആരുടെ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നതെന്നും പ്രവൃത്തികൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്നും ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയല്ലേ. തിരിച്ചറിവുകൾ നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മാതാവിൻ്റെ വണക്കമാസത്തിൽ കാനായിലെ കല്യാണ നാളിൽ അമ്മ മാതാവ് അന്ന് പരിചാരകരോട് പറഞ്ഞത് നമുക്കിന്നോർക്കാം. അമ്മ പറഞ്ഞു, ഇനി അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവർ അതനുസരിച്ചപ്പോൾ പച്ചവെള്ളം വീഞ്ഞായി മാറി. ഇന്ന് ജീവിതം നിറവും ഗുണവും ഒന്നുമില്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിന്റെ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ കാതുകൾ തുറക്കാം, അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഹൃദയം തുറക്കാം. ജീവിതത്തിൽ നിറങ്ങളുണ്ടാകും, ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടാകും. അതിന് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.